Blessed be the name of the Lord. ഈ പ്രഭാത സന്ദേശത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ദൈവവചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും കുറയാതെ തന്നെ പകർന്നു നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഈ സന്ദേശത്തെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് ഇന്ന് വിടുതൽ തൻ്റെ വചനത്താൽ അയക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ദൈവം ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ. അവിടുന്ന് തൻ്റെ ജീവൻ്റെ വചനം എൻ്റെ കയ്യിൽ നൽകിയിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 36-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ഈ ലേഖനത്തിൻ്റെ വലിയ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ സന്ദേശം ഇത് വായിക്കുന്ന ഓരോ യഹൂദനും യവനനും ജാതീയനും നൽകുന്നത് എന്തെന്നാൽ, ദൈവം ഒരു കാലവും മനുഷ്യനെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പഴയ നിയമങ്ങൾ മുതൽ പരിശോധിച്ചാൽ ഒരുപാട് ദൈവത്തോട് മറുതലിച്ചവരാണ് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം. നിയമത്തെ അവർ ലംഘിക്കുകയും കൽപ്പനകളെ അവർ അനുസരിക്കാതിരിക്കുകയും ചെയ്തതിലൂടെ ദൈവം പലവട്ടം പല പരിശോധനകളിലൂടെ അവരെ നടത്തിയെങ്കിലും ഒരിക്കൽ പോലും അവരെ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ എന്തിന് ഈ ചാനലിൽ ദൈവം നൽകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യർ തള്ളിയവരും ബന്ധങ്ങൾ തള്ളിയവരും ബന്ധുക്കൾ തള്ളിയവരും ഉറ്റവർ തള്ളിയവരും ഉടയവർ തള്ളിയവരും സ്നേഹിതർ തള്ളിയവരും ചാർച്ചക്കാർ തള്ളിയവരും ആത്മീയർ തള്ളിയവരുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നു എങ്കിൽ ദൈവം താങ്കളോട് ഈ പ്രഭാതത്തിൽ പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. താങ്കളെ ദൈവം തള്ളുകയില്ല, താങ്കളെ ദൈവം തള്ളുകയില്ല, താങ്കളെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ദൈവം ഒരു വ്യക്തിയെ ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സകലതും റിസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം സ്നേഹിക്കുന്ന, ദൈവം തള്ളിക്കളയാത്ത, ദൈവം ഒഴിവാക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉറപ്പെന്തെന്നാൽ, അവനെ ദൈവം സകലത്തിലും റിസ്റ്റോർ ചെയ്യും. ഓ മൈ ജീസസ്, ദൈവം സകലത്തിലും അവനെ റിസ്റ്റോർ ചെയ്യും. വേർഡ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. ഒരു ഉത്ഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഉത്ഭവം അവനിൽ നിന്നാണ്. ഒരു ഉൽപ്പത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഉൽപ്പത്തി അവനിൽ നിന്നാണ്. ഒരു വെളിപ്പാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വെളിപ്പാട് അവനാലാണ്. സുഹൃത്തെ, തിരുവെഴുത്തിൽ നാം കാണുന്ന സകലത്തിനും കാരണഭൂതനാകുന്ന ഒരു ദൈവമുണ്ട്. സകലത്തിനും അതിൻ്റെതായ ഛായ നൽകിയ ഒരു ദൈവമുണ്ട്, രൂപം നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ചിലരോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വിരൂപമായ ചിന്തകളും സ്വപ്നങ്ങളും ആശകളും പ്രാർത്ഥനകളും
കാത്തിരിപ്പുകളും എൻ്റെ ദൈവം ഒരു പുതിയ രൂപത്തിലും ഒരു പുതിയ ഛായയിലും ഒരു പുതിയ ഭാവത്തിലും ആക്കിയെടുക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ആർക്കൊക്കെയോ അരുളപ്പാടറിയിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള സകലത്തിനും അവൻ ഒരു രൂപം റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ തന്നിട്ടുള്ള സകലത്തിനും അവൻ ഒരു ഛായ, ഒരു നിറം അവൻ കൽപ്പിക്കും. ജീവിതം മങ്ങലേൽപ്പിച്ച ചില നിറങ്ങൾ, ജീവിതം വികൃതമാക്കിയ ചില വ്യക്തികൾ, ജീവിതം വിരൂപമാക്കിയ ചില കുടുംബങ്ങൾ ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മനിറവിൽ പറയുന്നു, നിങ്ങളെ രൂപാന്തരപ്പെടുത്തി റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ പുറപ്പെടുകയാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും. ജനം ദൈവത്തിൽ നിന്നുളവായതാണ്. ആ ജനത്തിലുള്ള ഒരു വിഭാഗമാണ് ഇസ്രായേൽ ഗോത്രമാണ്. ആ ഗോത്രത്തിലുള്ളവർ പല രീതിയിൽ ദൈവത്തോട് മറുതലിച്ചു എങ്കിലും അവരുടെ ഭാവികാല രക്ഷയെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ചില സത്യങ്ങൾ നാം അറിയാതെ നമുക്ക് ഈ സന്ദേശത്തിൽ നിന്ന് ദൂത് പ്രാപിക്കാൻ കഴിയുകയുമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഇവിടെ നമുക്ക് സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെയും സകലത്തെയും പരിപാലിക്കുന്ന ഒരു രക്ഷകനെയും നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. നോക്കിയേ, നമുക്ക് എന്ന് പറയുന്നത് ബഹുവചനവും ഏകമെന്ന് പറയുന്നത് ഏകവചനവുമാണ്. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് യൂട്യൂബിൽ ആയിരിക്കുന്ന ദൈവ മക്കളോട്, പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏകനാകുന്ന ദൈവത്തിന് നിങ്ങളുടെ ബഹുവിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. തിരുവെഴുത്ത് പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള യഹൂദരുടെ 12 ഗോത്രങ്ങൾ, അതിൽ മാറിപ്പോയ 2 പേരെ മാറ്റിയാൽ 10 ഗോത്രങ്ങൾ, പിന്നെ ഇക്കണ്ട ജനങ്ങൾ, എല്ലാവർക്കും ഏക ദൈവമേ ഉള്ളൂ. സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, എന്നെ ഒന്ന് കേട്ടെ. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചെറുതും വലുതുമായ ഏത് വിഷയത്തിനും ഏക പരിഹാരമേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഈ ഭൂമിയുടെ കോണിൽ ഏത് മുക്കിലും മൂലയിലും കൊണ്ടോടിയാലും അവിടെയെല്ലാം നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഏക സത്യ ദൈവത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വെറുതെയല്ല സംസാരിക്കുന്നത്. ചിലരോട് ആത്മാവ് ശക്തിയോടെ അരുളപ്പാടായിട്ട് അറിയിക്കുകയാണെന്ന് എനിക്കിവിടെ ഇരുന്ന് പറയുമ്പോൾ ആ ഫ്ലോയിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. സുഹൃത്തെ, എങ്ങനെ പരിഹരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, എങ്ങനെ ലഭിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നു, നടക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. പക്ഷെ പൗലോസ് ശക്തമായി പറയുന്നൊരു വാക്കിതാണ്, ഏകനേ ഉള്ളൂ, ഏകനേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ. ബഹുദൈവമില്ല, ഏക ദൈവമേ ഉള്ളൂ. ഏക മധ്യസ്ഥനേ ഉള്ളൂ, ബഹുമധ്യസ്ഥനില്ല. ഏക കർത്താവേ ഉള്ളൂ, ബഹുകർത്താവില്ല. ഒന്ന് ശ്രദ്ധിച്ചേ ആ ഏക ദൈവത്തിന്റെ അരികിലേക്ക് നിങ്ങളുടെ ബഹുവിഷയങ്ങളുമായി നിങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ താല്പര്യക്കുറവ് കാണിക്കണ്ട എന്നാണ് ആത്മാവ് ഇടപെടുന്നത്. ആ ഏക ദൈവത്തിന്റെ അടുത്ത് നിങ്ങൾ പോകാൻ സംശയിക്കണ്ട എന്നാണ് ദൈവം പറയുന്നത്. കാരണം തിരുവെഴുത്ത് പറയുന്നത് സകലവും അവനിൽ നിന്നാണ്. കൊരിന്തി സഭയോട് പൗലോസ് പറയുമ്പോൾ റോമസഭയോട് പൗലോസ് പറയുന്നത് ഇതാണ്, സകലവും അവനിൽ നിന്നാണ്. സുഹൃത്തെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്. ആ തുടക്കത്തിനൊരു തുടക്കക്കാരനുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നു സകലവും അവനിൽ നിന്നാണ്. താങ്കൾ ഇന്ന് ആശങ്കപ്പെടുന്ന ഏതിൻ്റെയും തുടക്കം, അതിനൊരു തുടക്കക്കാരനുണ്ട്. സകലവും തുടക്കക്കാരനിൽ നിന്നാണ്. അപ്പോ നിങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു വിഷയം ആ ഏകന്റെ അരികിലേക്ക് നിങ്ങൾ കൊണ്ടുചെന്നാൽ ആ വിഷയത്തിന്റെ ഡെപ്തിനെ കുറിച്ച് മനസ്സിലാകാത്ത ഒരു ദൈവമല്ല, വാലും തുമ്പും കിട്ടാത്ത ഒരു ദൈവമല്ല, ഒരു രക്ഷകനല്ല.
അവനിൽ നിന്നാണ്, സകലവും അവനിൽ നിന്നാണ്. ഇനി അവനാലാണ്. അപ്പോൾ ഇന്ന് പകലിൽ ഈ സന്ദേശവും നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ആരാലാണ് എനിക്കൊരു പരിഹാരം, ആര് പ്രാർത്ഥിച്ചാലാണ് എനിക്കൊരു വിടുതൽ, ആര് പ്രവചിച്ചാലാണ് എനിക്കൊരു സമാധാനം? നോ 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 നോ. പ്രാർത്ഥിക്കുന്നവനാലും അല്ല, പ്രവർത്തിക്കുന്നവനാലും അല്ല, അവനാലാണ്. പ്രാർത്ഥിക്കുന്നവനാലും അല്ല, പ്രവചിക്കുന്നവനാലും അല്ല, പ്രവർത്തിക്കുന്നവനാലാണ്. ഓ മൈ ഗോഡ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. പ്രാർത്ഥിക്കുന്നവനാലും അല്ല, പ്രവചിക്കുന്നവനാലും അല്ല, പ്രവർത്തിക്കുന്നവനാലാണ് ഇന്ന് പകലിൽ താങ്കൾക്കൊരു സമാധാനം. കമോൺ. പ്രവചിക്കുന്നവന് സമാധാനം തരാൻ പറ്റത്തില്ല, പക്ഷേ പ്രവചിക്കാൻ കൊടുക്കുന്ന പ്രവർത്തിക്കുന്നവനാൽ, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവനാൽ നിങ്ങൾക്കൊരു ആശ്വാസമൊക്കെ പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ നോക്കുന്ന പ്രവർത്തിക്കുന്നവന് നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായ ഒരു സമാധാനം തരാൻ പറ്റും. ഓ മൈ ജീസസ്. പ്രാർത്ഥിക്കേണ്ടെന്നും പ്രവചിക്കേണ്ടെന്നും ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് പകലിൽ ഞാൻ ക്രിസ്തുവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കമോൺ. പ്രാർത്ഥിക്കുന്നവനേക്കാളും വലിയവനായ, പ്രവചിക്കുന്നവനേക്കാളും വലിയവനായ, സകല മഹത്വത്തിനും യോഗ്യനായ, സകലത്തിനും കാരണഭൂതനായ, സകലത്തിനും കർത്തൃത്വം നടത്തുന്ന അൽഫയായ ഒമേഗയായ ക്രിസ്തുവിലേക്ക് ഇന്ന് പകലിൽ നോക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുഖം വാടുമെന്നും നിന്റെ മുഖം ലജ്ജിക്കുമെന്നുമൊക്കെ ചിലർ പറഞ്ഞു, വിധിയെഴുതി ആക്ഷേപിച്ചു. എങ്കിൽ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആക്കി വെച്ചിരിക്കുന്ന ഒരു റൂട്ട് വരച്ചിരിക്കുന്ന സ്വർഗം, നിന്റെ ജീവിതത്തിൽ വരച്ചിരിക്കുന്ന റൂട്ടിനെ മായ്ക്കാൻ ഒരു മനുഷ്യന്റെ വാക്കിനും കഴിയത്തില്ലെന്ന് ആത്മാവിന്ന് ആരോടും ശക്തമായി ഇടപെടുകയാണ്. അയ്യോ, ഈ വഴിയും അടഞ്ഞു പോകുമോ? ഈ തുറക്കുമെന്ന് പറഞ്ഞ വഴിയും ആരെങ്കിലും അടയ്ക്കുമോ? ഈ പ്രതീക്ഷയും അസ്തമിച്ചു പോകുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിപ്പോകുമോ എന്നൊക്കെ ആശങ്കയോടെ ഇരിക്കുന്ന, ഇനിയും ഞാൻ വീണു പോകുമോ, ഇനിയും ഞാൻ തളർന്നു പോകുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന, ആകുലപ്പെടുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും എന്ന ഒരു സ്വർഗീയ നിയമം ഭേദിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ സ്വർഗം ഒരു വഴി തുറന്നത് കാണിക്കുക തന്നെ ചെയ്യും. ഓ ജീസസ്. ഹല്ലേലൂയ. തിമോത്തിയോസ് 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കര വചനമുണ്ട്. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു, തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവന് എന്നേക്കും മഹത്വം. ആമേൻ. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോ ഭയങ്കര ഒരു അനുഭവ സമ്പത്താണ് അവിടെ നിജപുത്രനായ തിമോത്തിയോസിന് താൻ കൊടുക്കുന്നത്. മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ മാതാപിതാക്കളെ അനുഭവങ്ങൾ കൊടുക്കണം. മക്കൾക്ക് എന്തെങ്കിലും കരുതി വെക്കുന്നെങ്കിൽ പ്രാർത്ഥനയാൽ കരുതി വെക്കണം. മക്കൾക്ക് എന്തെങ്കിലും നൽകുന്നെങ്കിൽ ക്രിസ്തുവിനെ നൽകണം. നിജപുത്രനായ തിമോത്തിയോസിന് പൗലോസ് ഒരു അനുഭവം അവിടെ കൊടുക്കുക. എന്താണെന്നറിയാമോ? കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ പറ്റുമോ നമ്മളെ വിടുവിക്കുന്നൊരു കർത്താവുണ്ടെന്ന്? നമ്മൾ തന്നെ അവിടെ ഇരുന്ന് അങ്കലാപ്പിലായാൽ, പ്രാർത്ഥനാപ്പായിലിരുന്ന് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും വചനങ്ങളൊക്കെ ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുവാടാന്ന് ആ പ്രാർത്ഥനാപ്പായി ഇരുന്ന് ചോദിച്ചാൽ മക്കള് ഏത് വിശ്വാസത്തിൽ പോകും എന്നാ കരുതുന്നേ. അപ്പൊ പിന്നെ ഈ അപ്പനും അമ്മ ഇത്രയും നേരം ഇരുന്ന് വലിയ വായിൽ പ്രാർത്ഥിച്ചത് ആരോടാ എന്ന് ചിന്തിക്കത്തില്ലേ? നമ്മൾ 24 മണിക്കൂറും സകല കാര്യത്തിനും കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥ വരുന്ന സമയത്ത് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുവടാന്ന് ചോദിച്ചാൽ മക്കൾ ചോദിക്കത്തില്ല, പിന്നെ ഇത് ഏത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇത്രയും വലിയ വായിൽ പറയുന്നതെന്ന്. നിജപുത്രനായ തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന ഒരു വിശ്വാസം എന്താണെന്ന്, ഒരു സമ്പത്ത് എന്താണെന്നറിയാവോ? അനുഭവ സമ്പത്താണ്. ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവ സമ്പത്തില്ലെങ്കിൽ ജീവിതം ജയകരമാകാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു, തന്റെ സ്വർഗീയ രാജ്യത്തിനായി
രക്ഷിക്കും. ഞാൻ ജീവിച്ചിരിക്കണം, ഞാൻ ജീവിക്കണം, ഞാൻ ജയിക്കണം, ജയാളിയായിരിക്കണം, എൻ്റെ യാത്ര മുൻപോട്ട് തന്നെ പോകണം, ഞാൻ വഴിയിൽ സ്തംഭിക്കരുത്, എൻ്റെ വാഗ്ദത്തം തടയപ്പെടരുത്, എൻ്റെ അഭിഷേകം കുറയരുതെന്നൊക്കെ എന്നേക്കാൾ നന്നായി ആഗ്രഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഇന്ന് ആരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? ദൈവമക്കളെ, ബൈബിൾ പറയുന്നത് അവൻ എന്നെ രക്ഷിക്കുന്നത്, യേശു എന്നെ രക്ഷിക്കുന്നത് സ്വർഗീയ രാജ്യത്തിനായിട്ടാണ്. ഞാനും നിങ്ങളും കർത്താവിന്റെ രാജ്യത്തിന്റെ സോൾജിയേഴ്സ് ആണ്, ആർമേഴ്സ് ആണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെന്നല്ല, എനിക്ക് വാളിന്റെ അനുഭവം ഇല്ലായിരുന്നെന്നല്ല, എനിക്ക് ദോഷം സംഭവിച്ചില്ല എന്നല്ല, എനിക്ക് പ്രതികൂലം ഇല്ല എന്നല്ല, എനിക്കെതിരെ വക്രത നിരൂപിക്കുന്നവരില്ല എന്നല്ല, എൻ്റെ വഴി അടയ്ക്കാൻ ആൾക്കാരില്ല എന്നല്ല, എനിക്കെതിരെ ദോഷപ്രവൃത്തി ചെയ്യാൻ ആളില്ല എന്നല്ല, പക്ഷെ എന്നെ വിടുവിച്ചു. എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഒരു ആമേൻ, ഇന്ന് പകലിൽ ഒരു ആമേൻ പറയാൻ? എന്നെ വിടുവിച്ചു. കാരണം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്ക്. ഒരു ഭക്തന് നേരെ, ഒരു ദൈവ പൈതലിന് നേരെ ഒരു വ്യക്തി വാളെടുക്കുകയാണെങ്കിൽ, ദൈവഭക്തന് എതിരായി ഒരു വ്യക്തി വാളെടുക്കുകയാണെങ്കിൽ, കരമോങ്ങുകയാണെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നു സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും. ദൈവ പൈതലെ, നിന്റെ നേരെ ഒരു വ്യക്തി വിരൽ ചൂണ്ടുന്നെങ്കിൽ അത് അവങ്കലേക്കാണ്. നീ എന്ന വ്യക്തി അവനാലാണ്, താങ്കൾ എന്ന വ്യക്തി അവനിൽ നിന്നുമാണ്, താങ്കൾ എന്ന വ്യക്തിയുടെ സകലവും അവനിൽ നിന്നാണ്. അവൻ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ലെന്ന് തിരുവെഴുത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കൊടുക്കുകയും അതിനുത്സാഹം കാണിക്കുകയും ചെയ്യുന്ന താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്കെതിരായി ഒരു വ്യക്തി മുഷ്ടി ചുരുട്ടുന്നുവെങ്കിൽ, ഒരു വ്യക്തി നാവ് ചലിപ്പിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തി കണ്ണ് ഉരുട്ടുന്നുവെങ്കിൽ, ഒരു വ്യക്തി ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, ഒരു കരം ആയുധം എടുക്കുന്നുവെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നു ആ എടുക്കുന്നത് അവങ്കലേക്കും. താങ്കൾ എന്ന വ്യക്തി അവനാലും, താങ്കൾ എന്ന വ്യക്തിക്ക് ഇന്നുള്ളത് അവനിൽ നിന്നും, താങ്കൾ എന്നത് താങ്കൾക്കുള്ള സകലതും അവനിൽ നിന്നും ആകൊണ്ട് ഒരു വ്യക്തിക്ക് താങ്കൾക്ക് നേരെ വാളെടുക്കാൻ തോന്നുന്നെങ്കിൽ അത് അവൻ എന്തോ നിങ്ങൾക്ക് തന്നതുകൊണ്ടും അവനാലും അവനിൽ നിന്നും ഇതെല്ലാം അവങ്കിൽ തന്നെ പോകാനുള്ളതാകൊണ്ട് അതിന്റെ മറുപടി പോകുന്നത് അവനിൽ നിന്ന് തന്നെ ആയിരിക്കും. നീ കരമെടുക്കണ്ട കേട്ടോ, നീ നാവ് ചലിപ്പിക്കണ്ട കേട്ടോ, നിന്റെ കണ്ണ് നിറയണ്ട കേട്ടോ, നീ ഭയപ്പെട്ട് മാറണ്ട കേട്ടോ. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ആരൊക്കെ ഈ വചനത്തിന് ആമേൻ പറയും? എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ എന്ന വ്യക്തി ദൈവത്തിൽ നിന്നാണ്, ഞാൻ എന്നവൻ നിൽക്കുന്നത് ദൈവത്താൽ, ഞാൻ നിൽക്കുന്നത് അവനാൽ. ഓ മൈ ഗോഡ്, ഞാൻ നിൽക്കുന്നത് അവനാൽ, ഞാൻ സഞ്ചരിക്കുന്നത് അവനാൽ, ഞാൻ പ്രവർത്തിക്കുന്നത് അവനാൽ, എനിക്കിന്ന് ഉള്ള സകലതും അവനാൽ, ഇവിടുന്ന് ഞാൻ പോകുന്നതും അവങ്കലേക്ക് തന്നെ ആയിരിക്കും. കമാൺ, ഇഹലോകത്തിലേക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇഹലോകത്ത് നിന്ന് പോകുമ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകാനും കഴിയത്തില്ല. പക്ഷെ ഈ ഭൂമിയിൽ ഞാൻ സ്വീകരിച്ച ആത്മീയ സമ്പത്ത്, ആത്മീയ ശക്തി, ആത്മീയ ചൈതന്യം അതെനിക്ക് കൊണ്ടുപോകാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയെ തടയുന്നതും പ്രാർത്ഥനയെ തകർക്കുന്നതും ആത്മീയ സമ്പത്തിനെ ചോർത്തുന്നതുമായ സകലതും ഇന്ന് പകലിൽ തകർന്നു മാറട്ടെ. ഗ്ലോറി യാൽമ സേഖേന ലാധാര റയാം ധാർഗ. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആമേൻ. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു, തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, ഏതവസ്ഥയിൽ നിന്നും, ഏത് തകർച്ചകളിൽ നിന്നും, ഏത് വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് പൗലോസ് പറയുന്നത് എന്നേക്കും മഹത്വം. മഹത്വപ്പെട്ടിരിക്കുന്നവനെ മറ്റൊരു വ്യക്തിയെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമേജും എല്ലാം പോയി
മഹത്വം പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, പ്രശസ്തി പോയി, എല്ലാം പോയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം എന്നെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നഷ്ടപ്പെട്ട മഹത്വമുള്ള ഒരുവന് മടക്കിത്തരാൻ കഴിയുമെന്ന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ സകലവും അവനിൽ നിന്നാണെന്ന് പറയുന്നു. അതേ സുഹൃത്തെ, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ മഹത്വം വരുന്നത് അവനിൽ നിന്നാണ്. ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രശസ്തി വരുന്നത് അവനാലാണ്. നിങ്ങളുടെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് അവങ്കലേക്കാണ്. നീ ഉയർന്നിരുന്നാലേ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടിരിക്കത്തുള്ളൂ. നീ അനുഗ്രഹിക്കപ്പെട്ടിരുന്നാലേ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർന്നിരിക്കത്തുള്ളൂ. നിന്റെ മഹത്വമാണ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സന്തോഷം. നിങ്ങളുടെ ഉയർച്ചയാണ് അവിടുത്തെ ആഗ്രഹം. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്നത്, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും ഏക ദൈവത്തിന്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. നിത്യരാജാവായി നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്വം നശിക്കുന്നൊരു രാജ്യത്വമല്ല, ഉറപ്പുള്ളൊരു സിംഹാസനമാണ്. ബൈബിൾ പറയുന്നത് ഉറപ്പുള്ളൊരു സിംഹാസനമാണ്. ഉറപ്പുള്ള ഒരു സിംഹാസനത്തിൽ ഇരുന്നരുളുവാൻ അധികാരവും ശക്തിയുമുള്ള ദൈവത്തിന് ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഒരൊറ്റ കൽപ്പനയ്ക്ക് കാര്യം നടക്കും. ഈ നിത്യരാജാവ് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റമില്ല, 10 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റമില്ല. നിത്യരാജാവ. രാജാവിൻ്റെ വാക്കിന് ഭയങ്കര അധികാരമാണ്. രാജാവിൻ്റെ കൽപ്പനയ്ക്ക് അച്ചിട്ടതുപോലെ പിന്നെ അതിനകത്ത് മാറ്റം ഇല്ലാത്തതാണ്. രാജാവിൻ്റെ മുദ്രയ്ക്ക് ഭയങ്കര വിലയാണ്. രാജാവിൻ്റെ ഒരു കൈ നീട്ടലിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നത്, രാജാവ് ചെങ്കോല് നീട്ടിയില്ലെങ്കിൽ കഴുത്തു പോകും. എന്നിട്ടും എസ്തേർ യഹൂദന്മാർക്ക് വേണ്ടി രാജസന്നിധിയിൽ പെർമിഷൻ ഇല്ലാതെ ചെന്നു എന്നാ പറയുന്നത്. ഗ്ലോറി ടു ജീസസ്. അതുകൊണ്ട് രാജാവിൻ്റെ ഓരോ വാക്കിനും ആംഗ്യങ്ങൾക്കും മുദ്രയ്ക്കും കൽപ്പനയ്ക്കും ഭയങ്കര വിലയാ, രാജാവിനോളം വിലയാ. ഇവിടെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, നിത്യരാജാവായി അക്ഷയനും ക്ഷയമില്ലാത്ത അദൃശ്യനും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആയ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. എന്തുകൊണ്ടാണ് ബഹുമാന യോഗ്യനാണ് ദൈവമെന്ന് പൗലോസ് പറയാൻ കാരണം, ഇതുപോലുള്ള കൽപ്പനകളിലൂടെയും ആജ്ഞാപനത്തിലൂടെയും ഇടപെടലുകളിലൂടെയും ഭൂമിയിലെ രാജാക്കന്മാരുടെ മുകളിൽ, ഭൂമിയുടെ രാജാവിൻ്റെ തന്ത്രങ്ങൾക്ക് മുകളിൽ, ഭൂമിയിലെ രാജാക്കന്മാരുടെ കൽപ്പനയ്ക്ക് മുകളിൽ, ഭൂമിയിലെ രാജാക്കന്മാരുടെ വിഭാവനങ്ങൾക്ക് മുകളിൽ പ്രവർത്തിക്കുകയും ഇടപെടുകയും ഇറങ്ങി വരികയും രക്ഷിച്ചെടുക്കുകയും ചെയ്ത ഒരു ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന മഹത്വമല്ല, ഭൂമിയിലെ രാജാക്കന്മാർക്ക് ഇല്ലാത്ത മഹത്വവും ബഹുമാനവും പൗലോസ് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി. അതേ പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ ഭൂമിയിലെ ഏതൊരു എഴുത്തുകളെയും മായ്ക്കാൻ തക്കവണ്ണം അവൻ്റെ കൽപ്പനയ്ക്ക് ശക്തിയുണ്ട്. ഈ ഭൂമിയിലെ ഏത് ഇടപെടലുകളെയും മറിച്ചു കളവാൻ തക്കവണ്ണം ശക്തിയും അധികാരവും അവൻ്റെ ശബ്ദത്തിനുണ്ട്. ഈ ഭൂമിയിലുള്ള ഏതൊരു കാര്യങ്ങൾക്കും മാറ്റം കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തിയും അധികാരവും അവനിൽ ഉണ്ട്. കാരണം അവൻ്റെ രാജ്യസ്ഥാനം നിത്യമാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇന്ന് പകലിൽ
എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വാക്യത്തിന്റെ അർത്ഥം? എബ്രായർക്ക് എഴുതിയ ലേഖനം 2:10 പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. ദൈവമക്കളെ, ഈ ഭൂമിയിൽ പല പരാജയങ്ങൾക്കകത്തു നിന്നും എന്നെയും നിങ്ങളെയുമൊക്കെ ദൈവം ശേഖരിച്ചെടുക്കുന്നത് നാം ഒരിക്കലും പരാജയപ്പെട്ടു പോകരുതെന്നും പരാജയപ്പെട്ടു പോയി എനിക്ക് നിങ്ങൾക്കുമുള്ള ആ നല്ല ഓഹരി നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടും അവൻ തൻ്റെ ദൂതനെ അയച്ചു വഴിയൊരുക്കിയും തടസ്സങ്ങളെ നികത്തിയും നമ്മെ ദൈവം ഒരു ലാക്കിലേക്ക് നടത്തുകയാണ്. അതേ, സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ നാമും ആ തേജസ്സിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിനകത്ത് നമ്മുടെ വിശ്വാസം ചോർന്നു പോകാനും പ്രത്യാശ നശിച്ചു പോകാനും നമ്മുടെ പ്രാർത്ഥന അണഞ്ഞു പോകാനുമൊക്കെ പിശാചി ജീവിതത്തിൽ പലതും കൊണ്ടുവരുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതവും നഷ്ടപ്പെട്ടു പോയ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയ തീയും അഭിഷേകവും നഷ്ടപ്പെട്ടു പോയ നന്മകളും ഓഹരിയും എല്ലാം നിങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അത് ദൈവമക്കളെ, ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ പ്രാപിച്ചാലും നാം സ്വർഗം പ്രാപിച്ചില്ലെങ്കിൽ, നിത്യത പ്രാപിച്ചില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തിലേക്ക് നിന്ന് പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകത്തുമില്ല. എന്നാൽ ദൈവമക്കളെ, നമുക്ക് ഒന്ന് യുക്തമാണ്. എന്താണെന്നറിയാവോ? നമ്മുടെ രക്ഷകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കി എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് നല്ലതാണ്. നമുക്ക് മുമ്പേ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു സകല കഷ്ടപ്പാടുകളും സഹിച്ചു. അത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും പാപത്തിനും ശാപത്തിനും വേണ്ടിയിട്ടായിരുന്നു. നമ്മെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭവനം ഒരുക്കുവാൻ അവൻ പോയിരിക്കുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നമ്മുടെ ഒരു മടങ്ങിപ്പോക്ക് അവങ്കലേക്കാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ലോകത്തിലും കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലജ്ജിക്കത്തില്ല, വരുവാനുള്ള ലോകത്തിലും നമ്മൾ ലജ്ജിക്കത്തില്ല. നമ്മെ കർത്താവ് പണിതെടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയും എല്ലാം ദൈവം നമ്മെ പണിതെടുക്കുകയാണ്. വിഷമിക്കരുത്, നിരാശപ്പെടരുത്. നമുക്കൊരു രക്ഷകനുണ്ട്, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ജനത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കേട്ട വചനപ്രകാരം കർത്താവിൽ ഞങ്ങൾക്ക് ബലമുണ്ട്, ധൈര്യമുണ്ട്. കർത്താവേ, ഈ ജനത്തെയും അവിടുന്ന് ശക്തീകരിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, അനുഗ്രഹിച്ചാട്ട്, എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് കേട്ട ഈ വചനത്താൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്നാരെങ്കിലും രോഗത്താൽ അസ്വസ്ഥപ്പെടുന്നെങ്കിൽ അവരിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മനസ്സ് തകർന്നിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അവർ യേശുവിൻ്റെ നാമത്തിൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. ദൈവത്താൽ അവർ അനുഗ്രഹീതരാകട്ടെ. തൃക്കൈയിലേക്ക് ഇവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ചാനൽ ഏൽപ്പിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുന്ന് വലിയ കാര്യം ചെയ്യുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. അടുത്ത സമയം പുതിയൊരു വചനവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.